വേറൊരു കാര്യം കൂടെ, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും ഈ തോമസ് ലീഗ ഇവിടെ വന്നോ, ഇന്ത്യയിൽ വന്നോ എന്നൊക്കെയുള്ള ചോദ്യം. കൺവിക്ഷൻ ആയിരിക്കണം മേളി വരേണ്ടത്, കൺവീനിയൻസ് അല്ല. അത് അപകടമാണത്. മറ്റേ ആ മെത്തേഡ് കൺവീനിയൻസ് ഈസ് റൂളിംഗ് അവർ കൺവിക്ഷൻസ്. അത് ഗെറ്റിംഗ് ദ പോയിന്റ്. ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്തു. ആ ക്രിസ്ത്യാനിറ്റി പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. അതും സ്ഥാപിച്ചത് ആരാണ്? സെയിന്റ് തോമസ് ആണ്. They struggled for almost 300 years. 300 years. Can you believe that? 300 years. You people don't love your church because you don't know its history. You people don't love your church because you don't know its history. ചരിത്രം അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സഭയെ സ്നേഹിക്കാത്തതെന്ന് ഒരു ലാറ്റിൻ കാർഡിനൽ നമ്മളോട് പറഞ്ഞിട്ട് പോയത്. നമുക്ക് ആ സാധനം ശരിക്കും തറവാകണം. തറവായി കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ പറ്റുന്ന വെച്ചാല് we are throwing ourselves into a vulnerable side. ഈ ഈശോയുടെ പരസ്യജീവിത കാലത്ത് സുവിശേഷത്തിൽ എങ്ങും പഴയ നിയമം ഒരക്ഷരം പറയാതിരുന്ന പീറ്റർ ഇപ്പത്തെ പ്രോഫറ്റ്സ് കോട്ട് ചെയ്യുന്നു, സാംസ് കോട്ട് ചെയ്യുന്നു, ദാവീദ് രാജാവിനെ കോട്ട് ചെയ്യുന്നു. ഈശോയെ ഹോളി സ്പിരിറ്റിനെ കിട്ടിയ ഒരാൾക്ക് വലിയ കൺഫ്യൂഷൻസ് ഇല്ല. അവൻ അറിയാം ഈ അറ്റ് ദ ഫേസ് ഓഫ് ദിസ് പർട്ടിക്കുലർ മൊമെന്റ് വാട്ട് ഷാൽ ഐ ഡു. അത് അവന് വെളിപ്പെട്ട് കിട്ടുമല്ലോ. നമ്മൾ ഇതിന്റെ മോണോപ്പൊളി എടുക്കാൻ പോകുമ്പോഴോ കുഴപ്പം. ദേ ആർ ഓൾസോ റിസീവിംഗ് ദ യൂക്കറിസ്റ്റ്. വൈ കാൻ ദേ ഗെറ്റ് ദ വോയിസ് ഓഫ് ഗോഡ്? അതിനവരെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ സാധനം നമ്മുടെ തലയിലും അവർക്ക് കൊടുക്കണം. അപ്പോൾ പഴയ നിയമം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈശോയിലേക്ക് ഗൈഡ് ചെയ്യുന്നതെന്ന് കണ്ടെത്തണം. ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഹാപ്പി. നിങ്ങളുടെ കുട്ടികൾ വന്നിട്ട് ഓരോ ആഴ്ചയും വന്ന് ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്, നല്ല സൈനാണ്. കാരണം കുട്ടികൾക്ക് ഇപ്പോഴും നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു, കാരണം അങ്ങനെ നിങ്ങൾ ചിന്തിച്ചല്ലോ ടെക്നോളജി. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഉത്തരം ആദ്യത്തെ ചാക്രിക ലേഖനം പുറത്തിറങ്ങി, മാഗ്നിഫിക്കാത്തിസ് ഹ്യൂമാനിറ്റീസ്. ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഐ ആം ദ ഗേറ്റ്, ഐ ആം ദ വൈൻ, ഐ ആം ദ ലിവിംഗ് ബ്രെഡ്, ഐ ആം ഐ ആം ഐ ആം. വിമർശിക്കുന്നല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പൊതുവെ ഇപ്പൊ പോപ്പ് പ്രീച്ചേഴ്സിന് പോലും പറ്റുന്നത് ഹൗ മെനി ഓഫ് ദം ആർ റെഫറിംഗ് ദ ട്രഡീഷൻ ഓഫ് ദ ചർച്ച് ആൻഡ് ദ മജിസ്റ്റേരിയം. ഇതിന്റെ അടിയിൽ ഡെപ്ത് ഉണ്ട്, ആഴങ്ങളുണ്ട്. അത് അറിഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് എവിടെ നിന്ന് ക്രിസ്ത്യാനിറ്റി പറയാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലണ്ടൻ ഒണ്ടാരിയോ സെയിന്റ് മേരീസ് സീറോ മലബാർ പള്ളിയിൽ കാറ്റഗിസം ടീച്ചേഴ്സിന്, നമ്മുടെ വിശ്വാസ പരിശീലകർക്ക് ഒരു മാസ്റ്റർ ക്ലാസ് ഫോർ ഫെയ്ത്ത് ഫോർമേഷൻ നടത്തുകയായിരുന്നു ഒരു ദിവസത്തേക്ക്. കാനഡയിൽ ധ്യാനങ്ങളാണ് കണ്ടിന്യൂസ്. ഇവിടെ കുട്ടികളുടെ ടീൻസിൻ്റെയും യൂത്തിൻ്റെയും ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ടീച്ചേഴ്സിന് ഒരു 1 ഡേ ഫുള്ളി എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഇവർക്കൊരു സെഷൻ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ആക്ച്വലി ഒരു 1 ഫുൾ ഡേ കിട്ടിയപ്പോൾ ഞാനും ഓർത്തത് നമുക്ക് ടോപ്പിക്സൊക്കെ കുറേ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഇനിയും പെൻഡിങ് ആണ് ഒത്തിരി കാര്യങ്ങൾ പറയാൻ. പക്ഷേ ഞാൻ സന്തോഷത്തോടെ കാണുന്നൊരു കാര്യം, 10-45 വരുന്ന ടീച്ചേഴ്സ് ഒരു താല്പര്യത്തോടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് വർക്ക്ഷോപ്സ് ഒക്കെ നടത്തി ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് വർക്ക് ചെയ്ത് ഒക്കെ ക്രിസ്ത്യൻ ഫെയ്ത്തിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കി കുട്ടികളിലേക്ക് കുറെ കൂടെ ഇഫക്റ്റീവായിട്ട് ഈ ഫെയ്ത്ത് ഫോർമേഷൻ നടത്താൻ അവർ കാണിക്കുന്ന ഡിസ്പോസിഷനെ ഞാൻ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്നു. ആക്ട്സ് ഓഫ് അപ്പോസിൽസിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. സുവിശേഷം ഏത് ഓർഡറിൽ പ്രഘോഷിക്കണമെന്നാണ് ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ഈശോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. The root of proclaiming the gospel. Can anyone tell that? The root, the pattern of proclaiming the gospel. ഇവിടെ, അവിടെ, അവിടെ, അവിടെ. And that's why the tomb of Peter and Paul is found in Rome. And in church, the gospel has reached Rome. അങ്ങനെ റോമിലെത്തി. But it was a struggling time till 314. 314 വരെ റോമിൽ സ്ട്രഗ്ലിംഗ് ടൈം ആണ്. 314 എന്താ നടന്നത്? What is that called? ആ ഇവന്റിന് പറയുന്ന പേരെന്താ? ഇത് കൊണ്ടേ പോകും കേട്ടോ. വായിച്ച് കേൾപ്പിച്ചേ. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്കുകൾ ശ്രവിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഇതെല്ലാം അറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് നൗ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് മനസ്സിലാക്കാൻ അവന്റെ തല തുറന്നു. ഇത് മനസ്സിലാക്കാൻ that everything which is happening in our midst was already prophesied in the Old Testament. അത് മനസ്സിലായ എന്നുള്ള തെളിവാണ്. എന്താ മനസ്സിലായി? ഇപ്പം ഈശോയാണ് സെന്റർ. ഓൾഡ് ടെസ്റ്റമെന്റ് വന്ന് ഇവിടെ ഫുൾഫിൽ ചെയ്തു. ഈ ഈശോയിൽ നിന്ന് പുറത്തേക്ക് കാര്യങ്ങൾ ഒഴുകി തുടങ്ങുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റമെന്റ് ഈശോയിൽ ഫുൾഫിൽ ചെയ്യുന്നത് കണ്ടെത്തണം. നല്ല ഉത്തരമാണ്. നിത്യപുരോഹിതന് കാഴ്ച അർപ്പിക്കാനായിട്ട് ആദ്യം
പക്ഷെ നല്ല ഉത്തരം. ന്യായമായ കൂലി കൊടുക്കണമെന്ന്. ഇത് ഇന്നിപ്പം ഈ കമ്മ്യൂണിസ്റ്റ് കൊടി കുത്തുന്ന കാര്യം അന്ന് മാർപ്പാപ്പ എഴുതി വെച്ചതാണേ. ജസ്റ്റ് വേജസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് പഠനമാണ് റേരും നോവലും. ജസ്റ്റ് വേജസ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അത്രയ്ക്ക് പേട്രിയാർക്കൽ സൊസൈറ്റിയാണ് ഈശോ ജീവിച്ചെന്ന് നോക്കണം. അവിടെയാണ് നിങ്ങൾ അതിനെ അങ്ങനെ മനസ്സിലാക്കുന്നത്. അവരെ ഇനി കുറ്റം കാര്യമില്ല. അത്രയ്ക്ക് പേട്രിയാർക്കൽ മൈൻഡ് ഉള്ള ഒരു കാലത്താണ് ഈശോ ജീവിച്ചത്. നമ്മൾ ഇനിയും കൂടുതൽ നമ്മുടെ വിശ്വാസ പരിശീലകർ ഇത് മനസ്സിലാക്കി പഠിച്ചെടുക്കുമ്പോഴാണ് അത് കുഞ്ഞുങ്ങളിലേക്ക് ഇഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ വിശ്വാസ പരിശീലകരെയും നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ ഈ ടീച്ചേഴ്സിനെ ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഇതൊരുക്കിയ പ്ലോജനച്ചനെ, ഇവിടുത്തെ വികാരി അച്ഛനെയും ഇവിടുത്തെ കൊച്ചച്ഛനെയും ടീം അംഗങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. കർത്താവ് ദൈവമായ ഈശോ മിശിഹായെ, ഇവരുടെ മേൽ നിന്റെ അനുഗ്രഹത്തിന്റെ കരം ഉയർത്തണമേ. വിശുദ്ധിയിൽ നീ കാക്കണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെയും മോശയുടെയും പ്രവാചകന്മാരുടെയും ധീരതയും അഭിഷേകവും നീ നിറയ്ക്കണമേ. ഏലിയാട്ട് തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടെ ഇവർ നിനക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. സ്ലീഹന്മാരുടെ തീക്ഷ്ണതയുടെ പങ്ക് ഇവരുടെ മേൽ നിറയട്ടെ. വിശുദ്ധരുടെ നന്മയുടെ പങ്ക് ഇവരിൽ നിന്ന് നിറയ്ക്കണമേ. 2026 നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ ബേസിക് കാറ്റഗിസം ട്രെയിനിങ് നമ്മുടെ ഫാദർ ജീസൺ പോൾ അച്ഛൻ നടത്തി. നമ്മുടെ മൈക്ലേറ്റ് ഫാദേഴ്സിൽ വെച്ചാണ് നടത്തിയത്. അതിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. നമ്മുടെ പാരമ്പര്യത്തിനെ പറ്റിയിട്ടും നമ്മളെങ്ങനെ കാറ്റഗിസം പഠിപ്പിക്കണം, അത് ബൈബിളിൽ നിന്ന് എങ്ങനെ തുടങ്ങണം, ബൈബിളിൻ്റെ ചരിത്രം, യേശു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സുകൾ പങ്കെടുത്താലാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടുക. ഞാൻ ഈ കോഴ്സിൽ പങ്കെടുത്തു. എനിക്ക് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടി. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇത് തുടർന്ന് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. അതിന് നമ്മളെല്ലാവരും പ്രയത്നിക്കണം. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും എനിക്ക് ആശംസകളാണുള്ളത്. അച്ഛനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മുടെ സെൻറ്റ് മേരീസ് സീറോ മലബാർ ചർച്ച്, അതിലത്തെ കാറ്റഗിസം ലീഡർഷിപ്പ് ടീം, ഫാദർ പ്ലോജൻ, ഫാദർ ബിനീഷ് അച്ഛൻ, ജീസൺ പോൾ അച്ഛൻ, എല്ലാവരോടും എൻ്റെ നന്ദി പറയും. നമ്മൾ പിള്ളേർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ സീറോ മലബാറിൻ്റെ ഹിസ്റ്ററി, ചർച്ചിൻ്റെ ഹിസ്റ്ററി നമുക്ക് അറിയാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഏറ്റവും നല്ല മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് എന്തുമാത്രം അറിയത്തില്ല, നമ്മൾ എന്തുമാത്രം തീക്ഷ്ണമായിട്ട് പഠിക്കാനിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അച്ഛൻ്റെ ഇപ്പോൾ ഒരു സെഷനിൽ എനിക്ക് മീൻസ് ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ, പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നത് ലോട്ട് ഓഫ് എന്താ പറയുക, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ. നമ്മൾ അറിവ് മീൻസ് നമ്മുടെ അറിവ് കുറവാണ്, ചിലത് നമ്മളെങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, വേർ ഷുഡ് ബി സ്റ്റാർട്ട് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. സോ ഒറിജിനിലേക്ക് നമ്മൾ തിരിച്ചു പോയ പോലെ ഐ കുഡ് ഫീൽ. And I would say that ഇതൊരു എൻ്റെ ആവാതെ if we get more like the freshers പോലെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതേപോലെ ഈ 73 ബൈബിളിലെ 73 ബുക്കുകളും എങ്ങനെ കണക്റ്റഡ് ആണ്, എല്ലാത്തിന്റെയും ഉത്തരം യേശുക്രിസ്തു തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ളത് വളരെ നന്നായിട്ട് നമുക്കൊരു ഭയങ്കര ഒരു തീ ഉള്ളിൽ തന്നിട്ടാണ് അച്ഛൻ പോയത്. ആ തീ എന്ന് പറയുമ്പോൾ ഇനി ഒത്തിരി ചെയ്യാനുണ്ട്. ഇനി മോർ, ദാറ്റ്സ് വാട്ട് ഐ സെഡ്, ഇനി മോർ ക്ലാസ്സസ് വേണം. സോ പഠിക്കണം. താങ്ക് യു ജിൻസൺ അച്ഛൻ. നമ്മളെപ്പോഴും പ്രൊഫഷണലായിട്ടായിരുന്നു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ഇൻഡെപ്ത് ആയിട്ട് ആൻഡ് ഓൾ ഇൻഡിവിജ്വൽ ആയിട്ട് അവരവരുടെ ഐഡിയ പറയാതെ ഇഫ് വി ടുഗെദർ ടീച്ച് ദ സെയിം തിങ് ടു എവറിബഡി, ഐ തിങ്ക് ദാറ്റ് മേക്സ് മോർ സെൻസ് ദാൻ നമ്മുടെ ഐഡിയോളജീസും പേഴ്സണൽ ബയസസും ചേർന്ന് പഠിപ്പിക്കാതെ റിയൽ ഹിസ്റ്ററി വരുമ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് മോർ. നമ്മൾ തന്നെ കൂടുതൽ പഠിക്കുക, കൂടുതൽ വിശദീകരിക്കുക, അപ്പൊ തന്നെ വന്നോളും. താങ്ക് യു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സമയം ഒട്ടും കിട്ടിയില്ല, കാരണം സമയം വളരെ കുറവായിരുന്നു. ഒന്നാമത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ ലാറ്റിൻ സഭയിൽ കുർബാന അരമണിക്കൂറേ ഉള്ളൂ, നമുക്കെന്നാൽ അവരുടെ കൂടെ കൂടിയാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് ശരിക്കും നമ്മൾ അതിന്റെ ഒരു വാല്യൂ മനസ്സിലായത്. ഇനിയും കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ഹിസ്റ്ററിയും നമ്മുടെ യുണീക്നെസ്സും എന്താണ് നമ്മുടെ ട്രഡീഷൻ എന്നുള്ളതൊക്കെ വേറെ. ഇപ്പം നമുക്ക് അച്ഛൻ്റെ ആ ഒരു സ്റ്റൈൽ എങ്ങനെയുണ്ടായിരുന്നു? അച്ഛൻ്റെ സ്റ്റൈല് ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി പ്രഷേർഡായിട്ട് തോന്നിയെങ്കിലും നല്ലായിരുന്നു. കാരണം ഒരിക്കലും ഒരു ഉറക്കം വരുവോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയില്ല. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് പോയിന്റ് കിട്ടാത്തതുകൊണ്ടായിരുന്നായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല, ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അപ്പം നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടുപോകുന്നില്ലായിരുന്നു. അത് പിന്നെ കാര്യങ്ങൾ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു തന്നത്. ആ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇത്രയും വലിയൊരു ട്രഡീഷൻ്റെ ഭാഗമാണെന്ന് അറിയുന്നതിന് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ അതിലേക്ക് അങ്ങനെ പഠിക്കുന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്, അഭിമാനമാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കണം.
പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷനാണ്. കാരണം അച്ഛൻ, നമ്മൾ വിചാരിക്കും അച്ഛൻ വെറുതെ ഓരോ ചോദ്യം ചോദിച്ച് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന്. പക്ഷേ നമ്മൾ പറയുന്ന ഉത്തരത്തിൽ നിന്ന് അച്ഛൻ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അച്ഛൻ എന്താണോ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതൊരു സ്ട്രക്ചറിലാക്കിയിട്ടാണ് അച്ഛൻ അവിടെ ആ ഒരു ബോർഡിൽ എഴുതി വരുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ അച്ഛൻ ആ ബോർഡിൽ എഴുതുന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അച്ഛൻ നമ്മൾ പറയുന്ന പോയിന്റുകൾ ചിലത് താഴെ എഴുതും, ചിലത് മുകളിൽ എഴുതും. അപ്പൊ അച്ഛന് ഉള്ളില് അച്ഛന് ഇതിൽ എന്താണ് വരേണ്ടതെന്നുള്ള അച്ഛന് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ആൻസർ അച്ഛൻ പ്ലേസ് ചെയ്തിട്ടാണ് ആ ഒരു ക്ലാസ് അച്ഛൻ കൊണ്ടുവന്നത്. ആ ഒരു സ്റ്റൈൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ പാരമ്പര്യം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പൂർവ്വയിൽ ഒരു കുറേ കാലത്ത് തന്നെ നമുക്ക് കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വന്നു, പക്ഷെ അവരത് തിരിച്ചു പിടിച്ചു. അപ്പം അത് ഇനിയിപ്പം നമ്മളാണ് അത് കീപ്പ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ പിള്ളേർക്ക് നമ്മളത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞതെന്ന് മനസ്സിലായി. സത്യം. ഒരിക്കലും ടൈം പോയത് അറിഞ്ഞില്ല. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ടൈം പോയ പോലെ തോന്നുന്നു. ഒരു ടയർഡ്നെസ് അങ്ങനെ ഒന്നും. അതെ അതെ അതെ, ഇത് ഭയങ്കര ഷോർട്ട് ടൈം ആയിപ്പോയി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ കൂടുതൽ ടൈമും വേണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് വെക്കാനുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്ലാസ് വെച്ചപ്പോൾ സമയം കിട്ടിയിരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫുൾ ഡേ വെച്ചത്. ഇനിയിപ്പോ ഫുൾ ഡേ പോരാ. ജിസം പോളച്ചൻ്റെ ഇപ്പം ഒരു റിട്രീറ്റ് പോലെ, പക്ഷേ റിട്രീറ്റ് ഇല്ലായിരുന്നു, ശരിക്കും ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത് വളരെ ഇൻഡെപ്തിൽ എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. വിത്തിൻ നമുക്കിപ്പോൾ ഒരു 4 മണിക്കൂറേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഒരു സെക്കൻഡ് ടൈമിൽ ഇത് കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ കാറ്റഗിസം ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ ഒക്കെ നമുക്ക് പറ്റും. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്നാണ് കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഭാവിയിലും അച്ഛന് ഇവിടെ വരാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. അതുപോലെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തികൾക്കും മംഗളങ്ങൾ നേരുകയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് ഗുഡ് വിഷസ് ഫോർ ഹിസ് ഫ്യൂച്ചർ എൻഡവേഴ്സ്. താങ്ക് യു. അച്ഛൻ്റെ സെഷൻസ് എല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ. പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് യൂത്തും കുറച്ച് എൽഡർ ടീച്ചേഴ്സും ഒക്കെ ഉള്ളപ്പം എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒത്തിരിയധികം എക്സ്പ്ലനേഷനോടുകൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ അച്ഛന് ഒത്തിരിയധികം നന്ദി പറയുന്നു. ഒത്തിരിയധികം സന്തോഷം. മുമ്പോട്ട് ഒത്തിരിയധികം കാര്യങ്ങൾ അച്ഛന് നമ്മുടെ മുമ്പോട്ടുള്ള എല്ലാ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതുപോലെ സഭയ്ക്കും ഈശോയുടെയും കാര്യങ്ങൾ ഒത്തിരിയധികം പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് അച്ഛന് ഒത്തിരിയധികം കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായിട്ടും ആശംസിക്കുന്നു. താങ്ക് യു. റൂഹയാൽ ഞങ്ങൾ നിറഞ്ഞിടാൻ സ്ലീഹരെ പോലൊരുക്കണമേ. റൂഹയാൽ ഞങ്ങൾ നിറഞ്ഞിടാൻ സ്ലീഹരെ പോലൊരുക്കണമേ. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ
ചേക്കേറി വീശണമേ. നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്, നിന്റെ കുറുകളിലെന്നും കേൾപ്പോ സ്നേഹത്തിൻ പാട്ട്. ചാരം മൂടിയ കനലുകൾ മീതെ ചിറകതു വീശണമേ. പാപം നീങ്ങിയ ആത്മാവിൽ തീജ്വാലകൾ ഉയരട്ടെ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. പാവന റൂഹായേ പാരിന്റെ റൂഹായേ, ആത്മാവിൻ മധുരമാം വിരുന്നുകാരാ.